നിങ്ങൾ ഇത്രയും കാലം അധ്വാനിച്ച പണം ഇവിടെ? അഡ്വാൻസ് പണം ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ ഒരു കുട്ടീനെ നോക്കാനാക്കി അല്ല പിന്നെ കല്യാണം അപ്പൊ ഓന് കൊടുക്കും. പിന്നെ 15 തേലുണ്ടേനി, അത് ഓന്റെ പേരിൽ കൊടുത്ത്. അത് പിന്നെ ഓൻ മരിച്ച്, പെൺകുട്ടികളെ കല്യാണം കഴിച്ച് എത്തില്ലാന്നപ്പോ കല്യാണം കഴിച്ച പേടിക്കണ്ട അറിഞ്ഞ് അങ്ങനെ ഓൻ കല്യാണം കഴിച്ച് കുട്ടിയെ കുറച്ച് പണ്ടം കൊടുത്ത് എന്റെ കടമൊക്കെ കിട്ടിയ ഞാനാ. ചെയ്ത് എന്നെ നോക്കില്ല, ഓൻ എന്നെ നോക്കാൻ വേണ്ടി. നിങ്ങളോട് എന്ത് പറഞ്ഞിട്ടാണ് പൈസ വാങ്ങല്? അതുകൊണ്ട് കമ്പി ഇതും മേടിക്കാൻ ചേർന്നാണ് എന്നോട് കൊണ്ടുപോണത്. പേരും കൂടി ആവുമ്പോ എന്നെ മറക്കുക. പിന്നെ ഞാൻ പറഞ്ഞ് എന്നെ നോക്കണ്ടോ, ആരെങ്കിലും നോക്കണോ, എല്ലാരോടും നടന്ന് പറഞ്ഞു നോക്കിയാ. അപ്പൊ എല്ലാവർക്കും ബുദ്ധിമുട്ടാ, നോക്കാൻ കഴിയില്ല. അപ്പൊ ഞാനെന്നുള്ളത് കോഴിക്കോട് ജില്ലയിലെ മൂരിയാണ് കേട്ടോ. നമ്മളെ ആളെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, അമ്മായിയുടെ അടുത്താണ്. അമ്മായി നമ്മളെ അമ്മ അല്ലേ? അപ്പോ 21 വർഷം കാട്ടിലൊറ്റക്ക് ജീവിച്ച് ഇപ്പൊ കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മുടെ ഈ ഒരു എന്താ പറയാ മദർ കെയർ ഹോം എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനത്തിൽ കഴിയുന്ന അമ്മയുടെ കുറച്ച് കഥകളാണ് ഈ വീഡിയോ നമ്മൾ പറയാൻ കേട്ടോ. കഥകൾ എന്ന് പറയുമ്പോൾ ഈ അമ്മയ്ക്ക് നേരിട്ട കുറച്ച് ചതിയുടെ കഥകൾ, അങ്ങനെ തന്നെ ഈ വീഡിയോ തുടങ്ങണം. കാരണം വെച്ചാൽ ഒരുപാട് ആൾക്കാരെ വാക്കിന്റെ പേരിൽ വിശ്വസിച്ചതിന് പേരിൽ വന്ന നഷ്ടങ്ങൾ എന്തൊക്കെയാണെന്നില്ല അതെ സ്വന്തം ചെയ്ത് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. ഓ ആയിക്കോട്ടെ അല്ലേ? അപ്പോൾ നമ്മളിന്ന് പറയാൻ വേണ്ടി പോകുന്നത് ഈ 21 വർഷം അമ്മ കാട്ടിൽ ജീവിച്ച സമയത്ത് അമ്മയെ പറ്റിച്ചുകൊണ്ട് അമ്മയുടെ കയ്യിൽ നിന്നും പണവും സമ്പാദ്യമൊക്കെ കൊണ്ടുപോയി കുറച്ച് ആൾക്കാർ, മാന്യന്മാരെ നടക്കുന്ന കുറച്ച് ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. ഈ വീഡിയോ കാണുമ്പോൾ പക്ഷേ ഈ വീഡിയോ കാണുന്ന ആൾക്കാരായിരിക്കും നിങ്ങളും, അല്ലെങ്കിൽ വീഡിയോ കാണുന്ന ആൾക്കാരെ കൂടെ നിൽക്കുന്ന ആൾക്കാരായിരിക്കും അവർ. എന്തായാലും അവരെ വെളിച്ചത്ത് കൊണ്ടുവരിക, അതല്ലെങ്കിൽ അമ്മക്ക് നഷ്ടപ്പെട്ടു പോയ കുറച്ച് പണം, സമ്പത്ത്, സ്വർണം ഇതൊക്കെ തിരിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ കൊണ്ട് നമ്മൾ ഒരിക്കലും ഇത് നിർത്തുന്നില്ല. ഇതിൻ്റെ ബാക്കിൽ നമ്മൾ എന്തായാലും ഉണ്ടാവും. അത് നിയമപരമായിട്ടാണെങ്കിൽ നിയമപരമായിട്ട്, അതല്ലെങ്കിൽ എങ്ങനെയാണോ അങ്ങനെ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. കാരണം ഇത്രയും ഒറ്റയ്ക്ക് ജീവിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്തു കൊടുത്ത ഒരാൾക്ക് വന്ന ദുരിത കഥയാണ് നമ്മൾ വീഡിയോ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പം അമ്മയുടെ ശരിക്കും പേരെന്താ? കുഞ്ഞിപ്പെണ്ണ്. സ്ഥലം എവിടെ? മുതുപറമ്പ് അല്ലേ? അമ്മ എത്ര വർഷമാണ് മുതുപറമ്പ് നമുക്ക് ഫാമിലി ഒക്കെ ഉണ്ടായിട്ടും എത്ര വർഷം കാട്ട് ജീവിച്ചേ? അത് എന്നെ നോക്കാൻ ആളില്ല, ആളുകൾക്ക് തിന്നാൻ കൊടുക്കാനും ഇല്ല. അപ്പൊ ഞാൻ സ്വന്തമായിട്ട് പോയി. പോണ്ട അറിയാനും ആളില്ല. എത്ര വർഷം നിന്ന് അവിടെ? 21 കൊല്ലം നിന്ന്. 21 കൊല്ലം കാട്ട് ജീവിച്ചു അല്ലേ? ഓക്കെ, അത് കുഴപ്പമൊന്നുമില്ല, അമ്മയുടെ ഇഷ്ടം കൊണ്ട് പോയതാണ്. പക്ഷെ ആ സമയത്തും അമ്മയെ നോക്കാൻ ആരെങ്കിലും വന്നിരുന്നോ നാട്ടിൽ നിന്ന്? ആരും വന്നില്ല. ഒരു ചെക്കൻ വരലുണ്ട്, ഓ എന്നോട് കിട്ടണ ഞാൻ ഓൻ വരുമ്പോ പാവല്ലേ വെച്ച് കൊടുക്കും. അങ്ങനെ കൗത്തിൽ 1.5 പവന്റെ ചെയിനും മേടിച്ചോ പോന്നെ. ആദ്യമായിട്ട് കൊടുത്ത് ചെയിനാണോ? 1.5 പവന്റെ ചെയിൻ എത്ര വർഷം മുമ്പാണ്? അതിപ്പോ ഒരു 10-9 10 അല്ല കൊടുത്തിട്ട് തന്നെ അതിൽ 10. പിന്നെ പൈസ ആരെയും കൊണ്ടുപോയിട്ടുണ്ടോ? പൈസ പിന്നെ അതൊന്നും സാരില്ല, അതൊന്നും വേണ്ട, ഇത് മതി കൗത്തിട്ട്. അതും പിന്നെ വേറെ ഒരു 25,000 ഉറുപ്പ്യ കിട്ടാണ്ട് ഒരു താത്താന്റെ അടുത്ത് അവിടെ വെള്ളൂര്. ആൾക്കാരെ പേര് ഞങ്ങൾ എന്തായാലും ഈ വീഡിയോയിൽ പറയുന്നില്ല, പക്ഷെ വേണ്ടി വന്നാൽ നമ്മൾ പറയും കേട്ടോ. ഇപ്പോഴല്ല, നമ്മൾ എന്തായാലും നോക്കാം. അതൊരു വീഡിയോ നമ്മൾ ഇറക്കിയതിന് ശേഷം. പിന്നെ ചില പൈസ കൊണ്ടുപോയിട്ടുണ്ട്, പിന്നെ വേറെ എന്തെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോ? വേറെ ഒന്നും കൊണ്ടുപോയില്ല. നിങ്ങൾ ഇത്രയും കാലം അധ്വാനിച്ച പണം ഇവിടെ? അഡ്വാൻസ് പണം ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ ഒരു കുട്ടീനെ നോക്കാനാക്കി അല്ല പിന്നെ കല്യാണം അപ്പൊ ഓന് കൊടുക്കും. പിന്നെ 15 തേലുണ്ടേനി, അത് ഓന്റെ പേരിൽ കൊടുത്ത്. അത് പിന്നെ ഓൻ മരിച്ച്, പെൺകുട്ടികളെ കല്യാണം കഴിച്ച് എത്തില്ലാന്നപ്പോ കല്യാണം കഴിച്ച പേടിക്കണ്ട അറിഞ്ഞ് അങ്ങനെ ഓൻ കല്യാണം കഴിച്ച് കുട്ടിയെ കുറച്ച് പണ്ടം കൊടുത്ത് എന്റെ കടമൊക്കെ കിട്ടിയ ഞാനാ. ചെയ്ത് എന്നെ നോക്കില്ല, ഓൻ എന്നെ നോക്കാൻ വേണ്ടി. ഓന് ഓളും മരിച്ച്, പിന്നെ പോയി തന്നെ നോക്കൂലല്ലോ. അതായത് ഞാൻ പറഞ്ഞു തരുന്നത്, അമ്മ കല്യാണം കഴിച്ചിട്ടില്ല. അപ്പം അമ്മയെ നോക്കാൻ, അതായത് പ്രായമാണ് സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖമുള്ള സമയത്ത് അമ്മയെ നോക്കും എന്നുള്ള ഒരു പ്രതീക്ഷയില് അമ്മയുടെ അടുത്ത് നിന്ന ആൾക്ക് 15 സെന്റ് സ്ഥലം കൊടുത്തു, കുറെ പണം കൊടുത്തു, മക്കളെ കെട്ടിക്കാനുള്ള പൈസ കൊടുത്തു. പിന്നെ ഒരു കുട്ടി നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളെ പൈസ കൊണ്ട് തന്നെ ഫുള്ള് കെട്ടിച്ചു. ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്തിട്ടും പിന്നീട് ആളെന്തായത്? വാങ്ങിയാൽ മരിച്ചു. പിന്നെ 15 തരണ്ടേനി. അത് ആ പെണ്ണ്, രണ്ടാമത്തെ പെണ്ണ് അറിഞ്ഞ് കൊടുത്താളി അന്തരത്തിന് ഓളെ മുതൽ ഓളെ ആധാരം നിൽക്കും കാലം ഓളെ പേരെ ഞാൻ ചൂട് പറഞ്ഞു ഓളെ പേടിച്ച് 15 സെന്റ് തലക്ക് ഓൻ മടക്കി തന്നു. മടക്കി തന്നു. ആ തല ഞാൻ ഇപ്പൊ വിറ്റ് ഇനി പറഞ്ഞിട്ട് ആർക്കും വേണ്ടല്ലോ. അത് വിറ്റിട്ട് പിന്നെ അത്രയ്ക്കാ കൊടുത്തു അറിയാം. വല്യാക്കാക്ക് കൊടുത്തു. വല്യാക്കാനോട് പറഞ്ഞു, വല്യാക്ക നമുക്ക് ജല്ലാലി ഒന്നും വേണ്ട, നമുക്ക് ജല്ലാലി ഒന്നും, നമ്മള് 2 ആൾ മാത്രം മതി എന്ന് പറഞ്ഞതിന്
ഞാൻ അതിന് കൊടുത്ത് 3.5 ലക്ഷത്തിന് അതിന് കൊടുത്ത് അയാൾക്ക് അതിന് 3.5 ലക്ഷത്തിന് എടുത്തേക്ക് 3 ലക്ഷം തന്നു കഴിഞ്ഞാൽ 3 ലക്ഷം ബാങ്കിലിട്ടിന്. ആ പൈസ നമ്മളെ കയ്യിലുണ്ട്. പിന്നെ ചോദിക്കുന്നതല്ല, നമ്മള് ഒരുപാട് പേർക്ക് കുടുംബത്തിലും അല്ലെങ്കിൽ നമ്മളെ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഒരുപാട് പൈസ കൊടുത്തിട്ടില്ലേ? അപ്പൊ അത് തന്നെ ഇപ്പൊ മടക്കി തന്നു പറഞ്ഞു. അത് ഒരാൾക്കല്ലേ, അല്ലാതെ കുറെ ആൾക്കാർ പിന്നെയും കൊണ്ടുപോയിട്ടില്ലേ? പിന്നെ പിന്നെ ഒരു 1.5 പവന്റെ ചെയിൻ എടുത്തിന്. ആ 1.5 പവന്റെ ചെയിന്റെ കഥ പറയാം. എങ്ങനെയാണ്, എവിടെയാണ് പിള്ളേ? അവിടെ നാട്ടിൽ തന്നെ ഉണ്ട്, പണിയില്ല ഇതൊക്കെ. എന്ത് പണിക്കാരനായിരുന്നു? ആശേരി പണി എടുക്കല. അതിനിപ്പോ എന്റെ ഉണ്ടാവുക. ഈ 1.5 പവന്റെ ചെയിന് കൊണ്ടുപോയിട്ട് നിങ്ങൾ ഇത് ഒരിക്കലും തിരിച്ചു വെച്ചിട്ടില്ല? തിരിച്ചു ചോദിക്കാം. ഒരു കുറി ഉണ്ട്, കിട്ടിയിട്ട് തരാറിഞ്ഞ. എന്നിട്ട് കുറി കിട്ടിയിട്ട് തന്നോ? കുറി കിട്ടീന് ആർക്കാച്ചുള്ളു. പിന്നെ നിങ്ങൾ വിളിച്ചിട്ടൊന്നുമില്ല? അങ്ങോട്ട് വിളിച്ചിനോ? നിങ്ങൾ അങ്ങോട്ട് വിളിച്ചിനോ? ഞാനോ എന്റെ വരെയും തിരിച്ചു തന്നെയോ കാണലൊക്കെ ഉണ്ട്. അതിനെ പറ്റി വർത്താനം ഇല്ല. അവന്റെ ഇല്ല ഇന്നത്തെ വർത്താനം പറഞ്ഞിട്ട് ഇനിയിപ്പോ അതിനെ പറ്റി പറഞ്ഞുണ്ടാവുമോ? അവന്റെ ഉണ്ടാവും. നമ്മളെ വീഡിയോ കാണുന്ന പ്രേക്ഷകരായിട്ടുള്ള ആൾക്കാരോട് എനിക്ക് പറയാന്ന് വെച്ചാൽ, ഈ അമ്മയുടെ കയ്യിൽ നിന്നും ഒരുപാട് പൈസ അമ്മയെ നോക്കാനും പറഞ്ഞിട്ടും അല്ലെങ്കിൽ അമ്മയോട് സൗഹൃദം കൂടിയിട്ടും കുറേ ആൾക്കാർ കൊണ്ടുപോയിട്ടുണ്ട്. ഞാൻ അന്നത്തെ ആ ഒരു സമയത്ത് ഈ വിഷയങ്ങളൊന്നും നിങ്ങളെ മുമ്പിൽ എത്തിക്കാത്തതിന് കാരണം ആൾ ഒറ്റക്കാണ് ജീവിക്കുന്നത്. എന്തെങ്കിലും ചെയ്താലോ അല്ലെങ്കിൽ ഒറ്റക്കല്ലേ, ആരും നോക്കാനല്ലാത്ത സമയത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൂട്ടി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടായിട്ടാണ് ഞാൻ അന്നത് പറയാഞ്ഞ്. പിന്നെ അത് ധൈര്യത്തോടെ പറയാനുള്ള കാരണം, ഇത്രയും പ്രായമായിട്ടും അല്ലെങ്കിൽ ഇത്രയൊക്കെ ആൾ സഹായിച്ചു തന്നിട്ടും ഇത് വാങ്ങിക്കൊണ്ട് പോയ ആൾക്കാർ തിരിച്ചു കൊടുക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് ഇതുവരെ ആയിട്ടില്ല. ശരിക്കും നമുക്കിപ്പോൾ ഈ പൈസക്ക് അത്യാവശ്യമുള്ളതല്ലേ അല്ലേ? കാരണം ഇപ്പോൾ നിൽക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ കോഴിക്കോട് ഒരു മദർ കെയർ ഹോം എന്ന് പറയുന്നൊരു സ്ഥാപനത്തിലാണ്. അവർക്കും നമുക്ക് ഫ്രീ ആയിട്ടാണ് അവിടെ എല്ലാം കൊടുക്കുന്നത് അല്ലേ? നിങ്ങൾ ഫ്രീ ആയിട്ടല്ല അവർ നോക്കുന്നത്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും പാരിതോഷികം എന്നുള്ള രീതിയിൽ നമുക്കിപ്പോൾ കൊടുക്കാൻ നല്ല ആഗ്രഹമുണ്ട്. പേഴ്സണലായിട്ട് എന്നോട് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം. അന്നും ഇത് പറഞ്ഞ കാരണത്താൽ ഞങ്ങൾക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ആൾക്കാർ എന്ത് ചെയ്ത് കൂട്ടിക്കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ് ഞാൻ പറയുന്നത്. അന്ന് നിങ്ങളോട് പറയാമെന്നേ. ഇപ്പം എനിക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും, ഇപ്പോൾ നോക്കാൻ ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ ഇത് ഈ ആൾക്കാരെ പേരൊന്നും പറയണ്ട. എന്നാലും അമ്മയോട് പറയാനുള്ള കാരണം, ഈ നിങ്ങൾ കണ്ടിട്ട് ഇത് തരില്ല അങ്ങനെ പറഞ്ഞോ? ഇത് തരുമെന്ന് കാര്യം പറഞ്ഞോ? പറഞ്ഞില്ല. നിങ്ങൾ ഫോൺ വിളിച്ചിട്ട് എടുക്കാത്ത പ്രശ്നം ഉണ്ടായിരുന്നോ? ഞാൻ ഗൾഫ് പോവുകയാണ് പറഞ്ഞാൽ ഗൾഫ് പോയപ്പോ എന്തോ സുഖമില്ല അറിഞ്ഞു അവനങ്ങോട്ട് വിട്ടു. അപ്പൊ എനിക്ക് തരാനുള്ളതൊക്കെ തരാൻ കുറെ കട ഉണ്ട്, അത് വീടാൻ വേണ്ടി കഴിഞ്ഞ് ഗൾഫ് പോയതേ. ചെന്നപ്പോ അവന് എന്തോ വയ്യായി ഉണ്ട്, അവനങ്ങോട്ട് മടക്കിയിട്ട് പിന്നെ ഇവിടെ നാട്ടിൽ കഴിച്ചപ്പോ 1.5 പവന്റെ ചെയിന് നമ്മൾ ചോദിക്കുന്നതിലും വേണ്ടേ, കണ്ടറിഞ്ഞാൽ തരാം. ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഈ 1.5 പവന്റെ ചെയിൻ പറയുമ്പോഴേ നിങ്ങൾ 10 വർഷം മുമ്പ് കൊടുത്തതല്ലേ? ഇപ്പൊ അതിന്റെ പൈസ നിങ്ങൾക്ക് അറിയോ? എന്ത് പറയാനല്ലേ? അപ്പോ ഞാൻ പറഞ്ഞില്ല, ഈ വീഡിയോ ചെയ്യുന്നോണ്ട് പെട്ടെന്നൊരു മാറ്റം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എങ്കിലും ഈ വാങ്ങിക്കൊണ്ടുപോയ ആൾക്കാർ ഇത് കാണും, അല്ലെങ്കിൽ ഇവർക്ക് ഇത് കൊടുക്കണം എന്നൊരു ആഗ്രഹം വരട്ടെ എന്നുള്ളതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നില്ലേ. നിങ്ങളോട് എന്ത് പറഞ്ഞിട്ടാണ് പൈസ വാങ്ങല്? അതുകൊണ്ട് കമ്പി ഇത് മേടിക്കാൻ പറഞ്ഞാണ് എന്നോട് കൊണ്ടുപോണത്. പെരും കൂടി ആവുമ്പോ എന്നെ മറക്കുക. പിന്നെ ഞാൻ പറഞ്ഞ് പിന്നെ നോക്കണ്ടോ, ആരെങ്കിലും നോക്കണോ, എല്ലാരോടും നടന്ന് പറഞ്ഞു നോക്കിയാ. അപ്പൊ എല്ലാവർക്കും ബുദ്ധിമുട്ടാ, നോക്കാൻ കഴിയൂല. ഞാൻ പറഞ്ഞു ഇങ്ങനെ 3 ലക്ഷം ഉറുപ്പിയും 2 കാരുടെ ചെയിനുണ്ട്, അതിന്റെ മരണദേശം നിങ്ങൾക്ക് എടുക്കാം. നിങ്ങൾ ആരോ നോക്കണ്ടോ? അവർക്കൊക്കെ മുട്ടും കാര്യങ്ങളും ഇല്ലാത്തവരും പ്രഷർ കൂടിയവരും ആർക്കും സുഖമില്ല. അപ്പോഴാണ് ഇങ്ങനത്തെ ഒരു തീരുമാനത്തിൽ ഇങ്ങോട്ട് വന്ന് എന്നെ വിളിച്ചപ്പോ ഞാൻ പോകുന്നത്. ഇപ്പൊ കരച്ചിലും വിളിച്ചിലൊന്നുമില്ല, എല്ലാ സുഖം. ആവശ്യമില്ല. അവിടെ ആകുമ്പോ സ്വന്തക്കെ ഒറ്റക്ക് ഫുഡ് ഉണ്ടാക്കണം, ഒറ്റക്ക് അലക്കണം. ഇവിടെ ഒന്നും പ്രശ്നമില്ലല്ലോ, ഇവിടെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഞാൻ തന്നെ എന്നാലും ബൈക്കുമ്പോ വല്ല ബുദ്ധിമുട്ടിക്കല്ലോ. അതല്ല, നിങ്ങൾ അവിടെ പോകുന്നതിന് ശേഷം ആരെങ്കിലും വിളിച്ചോ? അവിടെ നിന്നിട്ട് എന്റെ ആക്കിയുള്ളവരൊന്നും വിളിച്ചില്ല. ആത്താര് വിളിക്കും, ഓരെന്നെ വിളിക്കുള്ളൂ. അയൽവാസികള് ആദ്യമുള്ള ഇപ്പോഴും ഓര് തന്നെ. ഒരു കല്യാണം ഉണ്ട് ഇനി അവിടെ, എന്റെ ചെറിയച്ഛന്റെ മകന്റെ കുട്ടീന്റെ കല്യാണം. അടക്കി പറഞ്ഞോ, ഞാൻ എന്നെ മൂടുകൊണ്ട് ഉന്തിട്ടു പെരക്കലൊക്കെയും എന്ന് പറഞ്ഞു. അതിന് കണ്ടാക്കി ഓരോട് അത്ര വെച്ച്. അപ്പൊ ഞാൻ ഒരാടേക്കൊക്കെ പോരാടി നിർത്തി. ആ കല്യാണം എന്നോട് ഞാൻ ഉണ്ട് എഴുതി എന്നോട് പറഞ്ഞില്ല. എന്റെ ഏട്ടത്തിന്റെ അവിടെ ചെന്ന് 4-5 പേരെ പറഞ്ഞു, അവിടെ ഒക്കെ ഞാനും പോകും എന്റെ ഒപ്പം. എന്നവൻ പറഞ്ഞില്ല. പിന്നെ ചെല്ലുമ്പോ അവന്റെ ഒരു അമ്മ ഉണ്ട്, ഓനും പറഞ്ഞില്ല. എന്റെ ആപ്പന്റെ ചെറിയച്ഛന്റെ മകന്റെ കുട്ടിയാ.
ചെറിയച്ഛൻ്റെ മകൻ്റെ കുട്ടിൻ്റെ കല്യാണം കൊണ്ട് പറഞ്ഞില്ല. എന്റെ വീട് ഞാൻ ഓർക്കാ കൊടുത്തത്. എന്റെ തറവാട് അവർക്ക് പാർക്കാൻ സ്ഥലമില്ലായിട്ട് എന്റെ സ്ഥലം ഞാൻ പറഞ്ഞ എന്റെ ഏട്ടന്മാര് പറഞ്ഞു ഇവള് പുറത്തേക്ക് കൊടുക്കാൻ. അപ്പൊ ഞാൻ പറഞ്ഞു ഇവർക്ക് സ്ഥലമില്ലല്ലോ, നമ്മളൊന്ന് ഞങ്ങൾക്കൊന്ന് കയറി വന്നിട്ട് പച്ചളങ്ങൾ ഓരോ അടുത്തുനിന്ന് കുടിക്കാലോ, അതുകൊണ്ട് ഓർക്ക് കൊടുക്കുക പറഞ്ഞിട്ട് ഞങ്ങളൊരു കല്യാണത്തിനാ കൊടുത്തത്. വലിയ വിലയും പറഞ്ഞില്ല. അപ്പൊ അമ്മായി ഒരുപാട് ആൾക്കാരെ വിശ്വസിച്ചു, ഒരുപാട് പേർക്ക് അമ്മായിനെ നോക്കണം എന്നുള്ളതിൽ അല്ലേ, നമ്മൾക്ക് മക്കളില്ലാത്തതിനോണ്ട് മക്കളെ പോലെ നമ്മളെ നോക്കണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് എല്ലാവരും സഹായിക്കണേ. പക്ഷെ എല്ലാരും അമ്മായി മുതലെടുത്തുകൊണ്ട് പൈസ കിട്ടി കഴിഞ്ഞിട്ട് വേറെ സ്വഭാവം അല്ലേ. അപ്പം ഇപ്പൊ നമ്മള് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം അന്ന് നമ്മളിൽ നിന്നും പൈസ വാങ്ങിപ്പോയ ആൾക്കാർ, നിലവിൽ കുറെ ആൾക്കാർ ഇപ്പം ജീവിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്, അമ്മായി ഇങ്ങോട്ട് എത്തിയ കാര്യം അറിഞ്ഞ ആൾക്കാരുണ്ട്. അപ്പം അവരോടൊക്കെ തിരിച്ച് പൈസ വാങ്ങാന്നുള്ള ലക്ഷ്യം ഒന്ന്. രണ്ട്, എന്തുകൊണ്ട് അവർ നമ്മളെ നോക്കിയില്ല നമുക്ക് അറിയാൻ വേണ്ടേ അല്ലേ. പൈസ ഒക്കെ വാങ്ങിക്കൊണ്ടുപോയിട്ട് അവർ നോക്കാത്തതിന്റെ കാരണം നമുക്ക് അറിയണ്ടേ. അതൊക്കെ അറിയാൻ താല്പര്യമല്ലേ? താല്പര്യമൊക്കെ ഉണ്ട്. ഞാൻ പത്തല്ലേ ഇനിയിപ്പോ താല്പര്യം ഉണ്ടായിട്ട് ഫാമിലി ഉണ്ടല്ലോ. ഓർക്ക് താല്പര്യമില്ല, ഞാൻ താല്പര്യം കാട്ടിയിട്ട് അറിയില്ല. നോക്കാറിന് വന്ന് നോക്കിയില്ലെങ്കിലോ ഒരു നോക്കുവോ? പറയാൻ പറ്റില്ല. നോക്കാത്തവര് നോക്കൂല. നാട് ചെന്ന് നാട്ടുകൾ പിന്നെ ഞാൻ ഓലപ്പം നിന്ന് ഒരു വേണ്ടാത്തൊക്കെ ഇങ്ങനെ പറയും തൊള്ളയെ കൂടെ. ഞാൻ കേട്ട് നീച്ച് പോരാനും വയ്ക്കൂല. പിന്നെ അവിടെ ചെന്ന് വിടാൻ പറ്റുമോ? പിന്നെ അമ്മായിനെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തേ അങ്ങനത്തെ വല്ല വിഷയം അതൊന്നും ഉണ്ടായില്ല. ഇല്ല. പൈസ ചോദിച്ചപ്പോ അതൊന്നുമില്ല. ഇല്ല. അപ്പൊ നമ്മളെന്താ വെച്ചാല് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്ന നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് എല്ലാരും അറിയണം. ഒന്ന്. രണ്ട്, അമ്മായി ഇപ്പൊ നിൽക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മദർ കെയർ ഹോം കൊണ്ടോട്ടുള്ള മൂര്യാട്, കോഴിക്കോടുള്ള മൂര്യാട്, കോഴിക്കോടുള്ള ഈ സ്ഥാപനത്തിലാണ്. ഇവിടെ അമ്മായിയുടെ ഫുൾ ഇവർ ഫ്രീ ആയിട്ടാണ് നോക്കി കൊടുക്കുന്നത്. ഇവിടെ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. പക്ഷെ എങ്കിലും അമ്മായിക്ക് ഇപ്പോൾ ഒരു ആഗ്രഹം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് എന്തെങ്കിലും സഹായിക്കണം അല്ലേ. ജീവിതകാലം മൊത്തം നോക്കാനും വാക്ക് കൊടുത്തിട്ടുണ്ട്. ഇവർ ഒന്നും പ്രതീക്ഷിച്ചിട്ടൊന്നുമല്ല, പക്ഷെ ഇവർക്ക് എന്തെങ്കിലും കൊടുക്കണം അമ്മായിക്കുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ അതിനും വേണ്ടിയിട്ട് എന്നോട് ഈ വിഷയം പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇത് മാത്രമല്ല, അമ്മായിയെ പൈസ ഉണ്ടായിട്ടും തിരിച്ചു കൊടുക്കാൻ നടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരെ നമ്മൾ ലീഗലായിട്ട് തന്നെ വാങ്ങും അല്ലേ. അത് വാങ്ങണ്ടേ? അതിന് മെയിനായിട്ട് ചെയ്യാനുള്ള 1.5 പവന്റെ മാല അല്ലേ. പിന്നെ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും പിന്നെ അവിടെ ഒരു 25,000 റുപ്യ ഉള്ളൂര് താത്താന്റെ അടുത്ത്. ഇപ്പൊ നിലവിൽ നിങ്ങൾക്ക് ഇത്രയും പൈസക്ക് ആവശ്യം വരാനുള്ള കാരണം എന്താ? പൈസ വില ഇതിലാണ് ഞാൻ നിൽക്കുന്നത്, വില സഹായത്തില്. അപ്പൊ താത്താക്ക് പിന്നെ വാടകയും ഇതൊക്കെ കൊടുക്കണ്ടേ, അതിന്റെ ഇടയിൽ കൂടെ അപ്പൊ ഞങ്ങക്ക് തിന്നാനും തരുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് തിന്നാൻ തരാണ്ടാവോ? അപ്പൊ അതിനും വേണ്ടി ഇക്കതം കൊടുക്കണ്ടേ, അതിന് കിട്ടണം. ഇവിടെ എത്ര ആൾക്കാരുണ്ട്? ഇവിടെ 9 ആളുണ്ട്. 9 ആൾ, നിങ്ങളടക്കം 9 ആളുണ്ട്. ഓക്കെ. വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, സുഖം അവിടെ. സുഖം അല്ലേ. ഓക്കെ. അപ്പം കഴിഞ്ഞ വീഡിയോ നമ്മൾ പറഞ്ഞിരുന്നു, അപ്പം ഈ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അതായത് ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും നമുക്ക് ഒരാൾക്ക് കൊടുക്കാൻ പറ്റിയത് വലിയ പുണ്യവും. കാരണം ശരി, ഭക്ഷണമാണ് ഏറ്റവും വലിയ ദാനം. അപ്പോൾ അത് കൊടുക്കാൻ പറ്റിയ വലിയ പുണ്യവും. അപ്പോൾ നമ്മളിപ്പോൾ ഈ വീഡിയോ 3ാമത്തെ വീഡിയോ ആണ്. അപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ റിയാക്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പേഴ്സണലായിട്ട് വിളിച്ച് കുറച്ച് ആൾക്കാർ നമ്മളോട് കുറച്ചൊക്കെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഇത് പുറത്തേക്ക് അറിയിക്കുക, അല്ലെങ്കിൽ മാക്സിമം നമ്മളെല്ലാവരേക്കും എത്തിക്കുക. എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യുക അല്ലേ അമ്മായി. അപ്പോൾ അമ്മായി നിങ്ങൾ വിളിച്ചിട്ടുണ്ട്. പല ആൾക്കാരും ചോദിക്കുന്നത് എന്താ അമ്മായി എന്ന് വിളിക്കുക, എന്താ അമ്മയെന്ന് വിളിച്ചോടെ നിങ്ങൾ ഒരാൾക്ക് ചോദിക്കുന്നുണ്ട്. പക്ഷെ നമ്മളെ നാട്ടിൽ ഇപ്പം നിങ്ങൾ അമ്മായി എന്ന് വിളിച്ച് ചേലായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വിളിക്കണേ. ഞാനിപ്പോ പോകാണ്ടി നിൽക്കാണ്. പറഞ്ഞേ പറയണ്ടോ? അമ്മായി വിളിക്കുന്നത് സുഖം, അതാ ഇഷ്ടം. ഓക്കെ. അപ്പൊ ഞാനിപ്പോ നിൽക്കുന്നത് കണ്ടോ, നമ്മുടെ കോഴിക്കോട് മൂര്യാടുള്ള ഇതുണ്ടോ മദർ കെയർ ഹോം. ഇത് ട്രസ്റ്റാണ്. ഒരുപാട് ഇതുപോലത്തെ 9ഓളം അമ്മമാർ ഇവിടെ ജീവിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ കൂട്ടത്തിലാണ് നമ്മൾ അമ്മായിയെ ഇവിടെ ആക്കിയിട്ടുള്ളത്. അപ്പോൾ അവിടുത്തെ ആ ജീവിതം, ഇവിടുത്തെ ജീവിതത്തിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഇവിടുത്തെ സുഖം അവിടെ നിങ്ങൾ ഓക്കെ. അപ്പോൾ നമ്മളിത് അത്ര നേരം പറഞ്ഞ കോഴിക്കോടുള്ള മൂര്യാട് മദർ കെയർ ഹോം ട്രസ്റ്റ് ഇതാണ്. ഇവിടെയാണ് ഞാൻ പറഞ്ഞ 9ഓളം അമ്മമാരും നമ്മൾ അമ്മായും താമസിക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആർക്കെങ്കിലും ഇവരുമായിട്ട് ബന്ധപ്പെടാനോ അല്ലെങ്കിൽ ഇവരുമായിട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ ഇവർക്ക് സഹായിക്കാനോ താല്പര്യമുള്ളവർക്ക് നേരിട്ട് ബന്ധപ്പെടാം. അതോടൊപ്പം തന്നെ നമ്മളെ അമ്മായി നിലവിലിപ്പോൾ ഏകദേശം 2 ആഴ്ച കഴിഞ്ഞിട്ട് ഇവിടെ. അപ്പോൾ അവർ പറഞ്ഞ കാര്യം നമ്മൾ കേട്ടു. അമ്മായിയുടെ വാക്കുകളാണ് ഇത്ര നേരം നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആൾ ഹാപ്പി, അപ്പോൾ നമ്മളും ഹാപ്പി എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവരെ കൂടുതൽ നമ്മൾ ഹാപ്പി ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഫണ്ടിൻ്റെ ആവശ്യമുണ്ടെന്ന് നമ്മൾ പറഞ്ഞുകൊണ്ട് മാത്രമാണ് അങ്ങനെ ചോദിക്കുന്നത്. അപ്പം താഴെ ഡീറ്റെയിൽസും അക്കൗണ്ട് നമ്പറും ഒക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. ഇവരുമായിട്ട് കോൺടാക്ട് ചെയ്യാം. അമ്മായി ആരും വിളിക്കലുണ്ടോ നിങ്ങളെ നാട്ടിൽ നിന്നൊക്കെ? ഇവരെ സ്നേഹിക്കുന്ന കുറച്ച് ആൾക്കാർ ഇവരെ വിളിക്കലുണ്ട്, മറ്റുള്ള അമ്മമാരൊക്കെ വിളിക്കലുണ്ട്. അതുപോലെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കും ഇവരെ വിളിക്കാൻ നമ്പറിനെ താഴെ തരാം. വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് അന്വേഷിക്കാം. ഞാൻ പറഞ്ഞ വീഡിയോയിലുള്ള പോലെ തന്നെയാണോ കാര്യം നിങ്ങൾക്ക് അന്വേഷിക്കാം.
അതിനൊന്നും ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഇവരെ കൂടുതൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യട്ടോ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ വീണ്ടും കാണാം. പോട്ടെ, ഓക്കെ. ചോറ് പിന്നെ കാണാം.